ദിലീപിന് എഗൻസ്റ്റ് ആയിട്ടൊരു എവിഡൻസ് ഇല്ല അവിടെ. ദിലീപ് ഇതിനകത്ത് പ്രതി തന്നെയാണ്. വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല. പിന്നെ ഇതിൽ ദിലീപിനെ മാത്രം ബ്ലൈൻഡ് ചെയ്ത് കുറ്റപ്പെടുത്താനും നമുക്ക് പറ്റില്ല. പണത്തിന്റെ മേലെ പരുന്നും പറയില്ല, അതാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ. ഇതൊക്കെ കാശ് പണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ പോയിക്കോളും. ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല. കേരളം കാത്തിരുന്ന ഒരു വിധി വന്ന ദിവസമാണ് ഇന്ന്. 8 വർഷത്തോളമായി ആ അതിജീവിത കാത്തിരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസത്തിനായി. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? വിധി വന്നതിന് ശേഷമുള്ള ജനങ്ങളുടെ പ്രതികരണം നമുക്കൊന്ന് അറിയാം. ഇതൊക്കെ കാശ് പണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ പോയിക്കോളും. ഇല്ലാത്തവനൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ ഓടി ചകത്തിടും. കാശിൻ്റെ ഒക്കെ ഇത് തന്നെ കാര്യം, വേറെ കുഴപ്പമൊന്നുമില്ല. പണത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് നിൽക്കണത്. ഒരു രാഹുൽ മാങ്കുണ്ടം കണ്ടില്ലേ പുള്ളിയിൽ പോയിട്ട്, അല്ലേ? മുകേഷിൻ്റെ ഒക്കെ അത് കാശും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കണം. ഇപ്പോൾ വന്ന വിധി എന്തായാലും കറക്റ്റാണ്, ജസ്റ്റിസ് സെർവ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ദിലീപ് നിരപരാധിയാണെന്ന് തന്നെയാണ് ഞാനിപ്പോൾ നേരത്തെ തൊട്ട് ഇത് കേസിൻ്റെ എല്ലാം നമ്മൾ അറിയണ്ടല്ലോ, അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും വാലിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ജഡ്ജ്മെൻ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ആ ദിലീപിനെ വിട്ടയച്ചെന്നല്ലേ പറയുന്നത് ആ കേസിനകത്ത്, നല്ലൊരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ആ പ്രതി, ആ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല. സംഭവം ഒരു 8ാം പ്രതിക്ക് ഒരു 4 പ്രതി വരെ ജീവപര്യന്തം കൊടുത്താലും വിഷയമില്ല. 4ാമത്തെ ബാക്കിയുള്ള പ്രതികൾ ആലോചിച്ചു, ആസൂത്രണം ചെയ്തു എന്ന് പറയുന്നതിന് ഞാൻ പക്ഷെ ഭയങ്കര സപ്പോർട്ടാണ് ദിലീപിനെ വിട്ടയച്ചതിൽ. അനുകൂലിക്കുന്നു. എവിഡൻസ് അതിനനുസരിച്ചാണല്ലോ എല്ലാം നോക്കുന്നത്. അപ്പോൾ കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഞാൻ അനുകൂലിക്കുന്നു. ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജഡ്ജ്മെൻറ്റും എടുക്കുന്ന എവിഡൻസ് ബേസിലായിരിക്കുമല്ലോ. അപ്പോൾ ജഡ്ജ്മെൻറ്റിൽ എന്തായാലും ഒരു തിരിമറി നടത്താൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ദിലീപിനെതിരായിട്ടൊരു എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണമല്ലോ ദിലീപിനെ വിട്ടിട്ടുണ്ടാവുക. അപ്പോൾ ജഡ്ജ്മെൻറ്റിൻ്റെ ഇതിൽ ഞാൻ അനുകൂലിക്കുന്നുണ്ട്. അതിജീവിതക്ക് നീതി കിട്ടിയില്ല. ശരിക്കും ദിലീപ് ഇതിനകത്ത് പ്രതി തന്നെയാണ്. അതായത് കാശിന്റെ മണത്തിന്റെ ഇതില് ദിലീപ്, അതെ, ദിലീപിന് നീതി കിട്ടണമെന്നാ പറഞ്ഞത്. ഈ വിഷയത്തിൽ ദിലീപ് കുറ്റക്കാരനല്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലല്ലോ. ഇപ്പൊ നീതി കിട്ടിയില്ല. ദിലീപിന് ശിക്ഷ വിധിക്കണമായിരുന്നു. ശിക്ഷ വിധിക്കണമായിരുന്നു. കോർട്ട് എപ്പോഴും എവിഡൻസ് വെച്ചിട്ടാണ് എപ്പോഴും ഒരു വിധി പറയുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ദിലീപിന് അനുകൂലം, ദിലീപിന് എഗൻസ്റ്റ് ആയിട്ടൊരു എവിഡൻസ് ഇല്ല അവിടെ. അപ്പം അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടി എന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. നീതി കിട്ടിയിട്ടില്ല തന്നെ വിശ്വസിക്കാം. പക്ഷേ തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരുടെയും ഭാഗത്ത് തന്നെ തെറ്റുമുണ്ട്. ഈ ഒരു ഫീൽഡ് എന്താണെന്നും എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം അത് നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. പിന്നെ ഇതിൽ ദിലീപിനെ മാത്രം ബ്ലൈൻഡ് ചെയ്ത് കുറ്റപ്പെടുത്താനും നമുക്ക് പറ്റില്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായാലും നീതി കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ദിലീപും കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് ഇത്തിരി ആശ്വസിക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു പെൺകുട്ടിയുടെ കൂടെ ആയിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത്. അപ്പം അത്രേ ഉള്ളൂ. അല്ലാതെ ഫൈനൽ വിധി എന്ന് പറയുന്നത് കോടതി തന്നെയാണ്. ഇപ്പോൾ ആരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഫൈനൽ ഇത് നമുക്കിപ്പോൾ ശരിയാണെങ്കിൽ പോലും തന്നെ കോടതിയുടെ ഇതിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. കോടതിക്ക് വേണ്ടത് തെളിവുകളും സാഹചര്യ തെളിവുകളും അല്ലേ. അതില്ലാത്ത അടുത്ത കാലം വരെ ഒന്നും നടക്കാനില്ല. തെളിവാണല്ലോ എല്ലാത്തിനും പ്രധാനം. തെളിവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിലീപ് നീതി അർഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കോടതി വിടൂലല്ലോ, ശരിയല്ലേ? പിന്നെ പണത്തിൻ്റെ മേലെ പരുന്നും പറയില്ല, അതാണ് നമ്മുടെ നിയമവ്യവസ്ഥകൾ. ഉള്ള കാര്യമാണത്. അല്ല, ഇത്ര ലാഗാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് നടപടിയാ പുള്ളിക്ക് ഇത്രയും ചീത്തപ്പുണ്ടാവില്ലായിരുന്നല്ലോ. പണത്തിന്റെ പുറത്ത് കിടന്നുള്ള ആ അമ്മാനമാടുന്ന വിധികളും അതിന്റെ ന്യായീകരണങ്ങളും. ഇപ്പൊ ബി.ആർ. സന്ധ്യ പറഞ്ഞേക്കണപ്പോൾ ഞാൻ സുപ്രീം കോടതി പോകുന്ന പറയുന്നത് മനസ്സിലായില്ലേ? നമ്മൾ അതിനോടൊക്കെ അത്ര മതിപ്പ് കാണിക്കുള്ളൂ. ഇല്ല, അപ്പീൽ പോട്ടെ. എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത്. അതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇപ്പോൾ അതിജീവിതയ്ക്ക് അതിലൂടെ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ആ വിധിയിലൂടെ.